അയ്യങ്കാളി ഒരു പെൺകുട്ടിയുടെ കയ്യേൽ പിടിച്ചിട്ടാണ് ആ സ്കൂളിലോട്ട് പോയതെന്ന് ഓർക്കണം. ലോക ചരിത്രത്തിനകത്ത് അങ്ങനെ ഒരു സാധനമില്ല. ജനാധിപത്യവൽക്കരണം യഥാർത്ഥത്തിൽ താഴെ തട്ടിൽ നിന്ന് മേപ്പോട്ടാണ് പടർന്നത് കേരളത്തിനകത്തും തമിഴ്നാട്ടിലും. അതൊരു വലിയ വ്യത്യാസമാണ്. നമ്മളതങ്ങനെ മനസ്സിലാക്കണം എന്താണ് ആ വ്യത്യാസം എന്ന്. അതുകൊണ്ടാണ് നമുക്ക് എല്ലാ ക്ലാസ് റൂമിനകത്തേക്കും എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. മറ്റേത് പണ്ടിങ്ങനെ അറിയപ്പെടുക എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുടെ കുത്തക മാത്രമായിട്ടിരുന്നതാണ്. ഇന്നങ്ങനൊന്നുമല്ല. ആൾക്കാർക്ക് അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. ഇൻ്റർനെറ്റൊക്കെ ഉള്ളത് കാരണം കൊണ്ട് ലോകവ്യാപകമായി അറിയപ്പെടാനായിട്ട് ആൾക്കാർക്ക് കഴിയുന്ന ഒരു ലോകത്താണ് നമ്മളുള്ളത്. അത് ഉപയോഗിക്കാൻ നമുക്ക് അറിയുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അഡ്രസ്സുള്ള ആളാണ്. പക്ഷേ അതൊരു മൊബൈൽ അഡ്രസ്സാണ്. ഡീറ്റെയിലിൽ മൈത്രേയനുമായുള്ള നമ്മുടെ കോൺവെർസേഷൻ തുടരുകയാണ്. ഞാൻ എന്നും പുതുമയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നവനാണ് എന്ന്. വടക്കേ ഇന്ത്യയോട് താരതമ്യം ചെയ്യുമ്പോൾ മലയാളി എപ്പോഴും ഭയങ്കര ജനാധിപത്യ ബോധമുള്ള ആളാണ്. പാരമ്പര്യത്തിൽ വല്ലാതെ അഹങ്കരിക്കുന്ന ആളുകളാണ് ഓരോ മലയാളിയും തോന്നിയിട്ടുണ്ട്. താങ്കൾ എങ്ങനെയാണ് അതിനെ നിരീക്ഷിക്കുന്നത്? അത് 2-3 തരത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്ന് പറയുന്ന പോലെ ഒരു രാജ്യമാകാതിരുന്നതിൻ്റെ ഒരു പ്രശ്നം നമുക്കുണ്ട്. പക്ഷെ അതേ സമയത്ത് സാമൂഹികമായ മേഖലയ്ക്കകത്ത് വലിയ സമരങ്ങൾ നടന്നിട്ടുള്ള ഒരു ഇടവും കൂടെ. 2 രീതിയിൽ അതിനെ കാണുകയും വേണം. ഇപ്പോൾ വടക്കേ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിനൊപ്പം അവിടുത്തെ സാമൂഹികമായ നവോത്ഥാന മേഖലകളിൽ നടത്തിയ വർക്കുകൾ മുഴുവനും അവിടെ സമൂഹത്തിൻ്റെ മേൽത്തട്ടിലുള്ളവരാണ് പണിയെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ബംഗാളിലെ വിവേകാനന്ദനോ പരമഹംസനോ ഒക്കെ എന്ന് പറഞ്ഞാൽ മേൽത്തട്ടിലെ ജനതയാണ്. ആര്യ സമാജമായാലും ബ്രഹ്മസമാജമായാലും മേൽത്തട്ടിൽ നിന്നാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ കേരളത്തിനകത്തും തമിഴ്നാടിനകത്തും ഈ മഹാരാഷ്ട്ര വരെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ സമൂഹത്തിൻ്റെ താഴ്ത്തട്ടിലുള്ളവരാണ് നവോത്ഥാന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നാരായണ ഗുരുവായാൽ, തന്ത പെരിയോറായാൽ, ഫൂലെയായാൽ ഒക്കെ താഴ്ത്തട്ടിൽ നിന്നാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം നമുക്കുണ്ടായിട്ടുണ്ട്. ഈ വ്യത്യാസം കൊണ്ടുണ്ടായ സാമൂഹിക നവീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് മുകൾ തട്ടിലുള്ളവരല്ല, ഗാന്ധി സഹിത മുകൾ തട്ടിലുള്ളവരാണ് വടക്കേന്ത്യയിൽ. ഈ വ്യത്യാസമാണ് നമ്മളിപ്പോൾ നമ്മൾ മെച്ചമാണെന്ന് തോന്നുന്നതിന് കാരണമായി തീരുന്നത്. ഇപ്പം അയ്യങ്കാളി ഒരു പെൺകുട്ടിയുടെ കയ്യേൽ പിടിച്ചിട്ടാണ് ആ സ്കൂളിലോട്ട് പോയതെന്ന് ഓർക്കണം. ലോക ചരിത്രത്തിനകത്ത് അങ്ങനെ ഒരു സാധനമില്ല. ഒക്കെ നമ്മൾ കാണേണ്ടതുണ്ട്. വിദ്യാഭ്യാസം കിട്ടുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഒരു പെൺകുട്ടിയും കൊണ്ടാണ് പോകുന്നതെന്നുണ്ട്. ഇപ്പം ഇംഗ്ലണ്ടിലെ 200 വർഷം കഴിഞ്ഞിട്ടാണ് സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടുന്നത്. അത്രയും നാളതില്ല. അപ്പോൾ ആദ്യം ധനവാന്മാർക്ക് വോട്ടവകാശം, അതിന് 2, 3 എത്ര ടാക്സ് കൊടുക്കുന്നതനുസരിച്ചായിരുന്നു വോട്ടവകാശം. അത് കഴിഞ്ഞിട്ട് പുരുഷന്മാർക്ക് മാത്രമായിരുന്നു. അതിന് ശേഷമാണ് സ്ത്രീകൾക്ക് കിട്ടിയത്. അപ്പോൾ പക്ഷേ അയ്യങ്കാളി ഒരു പെൺകുട്ടിയുടെ കൈ പിടിച്ച് പോകുമ്പോൾ ഒറ്റ ലീപ്പാണ് ഈ സ്ഥലത്തേക്ക്. വിദ്യാഭ്യാസം എൻ്റെ വിഭാഗത്തിന് കിട്ടാതെ കർഷക സമരം ആരംഭിച്ച ആളാണ്. ഇതൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട്. ഈ വ്യത്യാസം കേരളത്തിനെ മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യാസപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ പറയുമ്പോൾ ഒരു വശം സത്യമായിരിക്കുന്നൊരു വശം, കേരളത്തിലുള്ള ലൈബ്രറി, എല്ലാ ഗ്രാമത്തിലും ലൈബ്രറി ഉണ്ടായി, എല്ലാ ഗ്രാമത്തിലും സ്കൂളുണ്ടായി. അത് സ്വാതന്ത്ര്യ സമരത്തിനോടൊപ്പമാണ് ഇതെല്ലാം സംഭവിച്ചത്. അത് ശ്രീനാരായണ പ്രസ്ഥാനം, ഈ യുക്തിവാദി അയ്യപ്പൻ്റെ പ്രസ്ഥാനം, ഇതെല്ലാം കൂടെ ഒന്നിച്ചാണ് വന്നത്. അപ്പോൾ സ്വാതന്ത്ര്യ സമരം അതേ സമയത്ത് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ രാജാവിനെതിരായിട്ടുള്ള സമരം, ഇത് രണ്ടും കൂടെ ഒന്നിച്ച് കലർന്നാണ് നിൽക്കുന്നത് കേരളത്തിൽ തന്നെ. ഇതെല്ലാം കൂടെ ഇപ്പോൾ സാമൂഹിക നവീകരണ പ്രസ്ഥാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ ഉണ്ടായത് താഴെ തട്ടിൽ നിന്നുണ്ടായത് കാരണം കൊണ്ട് മറ്റുള്ള സമൂഹങ്ങളിലേക്കാണ് മുന്നേ പോയി, അതിന് സംശയമൊന്നും വേണ്ട. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ ട്രൈബ്സ് ആയിരുന്നു. ഗോത്രത്തിനകത്ത് നിന്ന് ഗോത്രം എന്ന് പറഞ്ഞാൽ രാജാവ് ഭരിച്ചിരുന്നു കഴിഞ്ഞാൽ 2 പ്രധാന പ്രദേശങ്ങൾ മുഴുവനും ഗോത്രബോധം എന്ന് പറഞ്ഞാൽ ജാതി സമൂഹങ്ങളുടെ തട്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഐഡൻറ്റിറ്റി ആയിട്ടായിരുന്നു നമ്മൾ നിന്നിരുന്നത്.
അത് കുറച്ച് അഴിഞ്ഞത് ഈ മലബാറിൽ മാത്രമാണ്. അത് ബ്രിട്ടീഷുകാരവിടെ നേരിട്ട് ഭരിച്ചതുകൊണ്ടാണ്. അപ്പോൾ ആ ഭരിച്ചത് കാരണം കൊണ്ട് അവിടെ വിദ്യാഭ്യാസം എല്ലാ വിഭാഗത്തിനും ആദ്യമേ തന്നെ കിട്ടുന്നുണ്ട്. നാരായണഗുരു പറയുന്ന പോലെ എനിക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണെന്ന് പറയേണ്ട കാര്യം അവിടെ ഉള്ളവർക്കില്ല. അവർക്ക് നേരത്തെ തന്നെ അത് കിട്ടിയിരുന്നു. അവിടെ കോടതികൾ വന്നിരുന്നു. അതേ സമയത്ത് ഇപ്പുറത്തെ ഉള്ളത് കച്ചേരി എന്ന് നമ്മൾ പറയുന്ന തഹസീൽദാർ എന്നൊക്കെ പറയുന്ന ആ വാക്കുകളെല്ലാം വരുന്നത് മുഗളന്മാരുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. ആ സിസ്റ്റമാണത്. ഇപ്പോൾ വടക്കേ ഇന്ത്യയിലെ റെയ്ത്തുവാരി സിസ്റ്റം അല്ലെങ്കിൽ സെമിന്ദാരി സിസ്റ്റം എന്നൊക്കെ പറയുന്നതിൻ്റെ അകത്തുനിന്ന് ഊരിയെടുത്തുകൊണ്ട് വന്ന കുറേ സാധനങ്ങളാണ്. അപ്പോൾ ഈ തഹസീൽദാർ എന്നുള്ള വാക്കൊക്കെ അവിടെ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മലയാള ഭാഷയിലുള്ളതല്ലല്ലോ. അപ്പോൾ അതെല്ലാം നമ്മളങ്ങനെ മനസ്സിലാക്കണം. ഹജൂർ കച്ചേരി എന്ന് പറയുന്നത് ഇതെല്ലാം പഴയ വാക്കുകൾ തന്നെയാണ്, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതല്ല. അപ്പോൾ അത് പഴയ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടതാണ്. അപ്പോൾ അതെല്ലാം ജാതി സമ്പ്രദായത്തിനോട് ബന്ധപ്പെട്ട് തന്നെയായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ കാണണം. ഈ കലർന്ന് രണ്ട് സൈഡ് തിരുവിതാംകൂറും മലബാറും തമ്മിലുള്ള ഭയങ്കര അകലമാണ്. അപ്പോൾ അതും ഇതുപോലെ രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സാമൂഹ്യ നവീകരണ പ്രസ്ഥാനം ഉണ്ടായത് ഒപ്പം തന്നെ എല്ലാ സ്ഥലങ്ങളിലും സ്കൂളും ലൈബ്രറി ഉണ്ടായത് കാരണം കൊണ്ട് നമ്മൾ അക്ഷരം പഠിക്കുക എന്ന് പറയുന്നത്, സ്കൂളിൽ പോവുക എന്ന് പറയുന്നത്, എല്ലാവർക്കും സാർവത്രിക വിദ്യാഭ്യാസം ഉണ്ടാകുക എന്ന് പറയുന്ന സാധനം ഉണ്ടായി. അത് അയ്യങ്കാളി മുൻകൈ എടുക്കുന്ന ഒരു സ്ഥലവും ഉണ്ടായി. നാരായണഗുരുവും മുൻകൈ എടുത്തിട്ടുണ്ട് ഈ സ്കൂൾ തുടങ്ങുന്നതിനകത്ത്. അപ്പോൾ ആ വ്യത്യാസമാണ് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനകത്ത് കേരളത്തിന് വ്യത്യാസമുണ്ടെന്ന് ചോദിച്ചുകൊണ്ട്. തമിഴ്നാടിനകത്ത് ഇപ്പോൾ പെരിയോറില്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ അവിടുത്തെ ഇപ്പം നമ്മൾ ഈ കാണുന്ന സിസ്റ്റം ഉണ്ടാകത്തില്ല. അപ്പോൾ അതെല്ലാം നമുക്ക് ഭയങ്കര മാറ്റം ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ഇവിടെ വൈക്കം സത്യാഗ്രഹത്തിന് വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലെവലിൽ കലരുന്നുണ്ട്. പക്ഷേ വടക്കേ ഇന്ത്യയിലെ ആര്യ സമാജവും ബ്രഹ്മസമാജവും എന്ന് പറയുന്ന സാധനത്തിന് നമ്മുടെ നാട്ടിനകത്ത് യാതൊരു പ്രസക്തിയില്ല. ഇവിടെ സഹോദരൻ അയ്യപ്പൻ്റെ മിശ്രഭോജനവും അതുപോലുള്ള കാര്യങ്ങളുമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അടിത്തട്ടിൽ നിന്ന് മുകൾ തട്ടിലേക്ക് വ്യാപകമായി മാറി. ഏറ്റവും അവസാനം അവിടെ കേരളത്തിനകത്ത് സ്വാതന്ത്ര്യം കിട്ടിയവരാണ് അവിടുത്തെ ബ്രാഹ്മണർ. അത് നമ്മൾ ഇതുപോലെ കാണേണ്ടതാണ്. ഏറ്റവും അടുക്കളയിൽ നിന്ന് അരങ്ങത്തെ എന്ന് പറയുന്ന മെക്കാനിസമൊക്കെ വരുന്നത് 30കളിലാണ്. അതിന് മുമ്പ് തന്നെ മറ്റു രണ്ടുപേർക്കും സ്വാതന്ത്ര്യം കിട്ടി. അപ്പം ജനാധിപത്യവൽക്കരണം യഥാർത്ഥത്തിൽ താഴെ തട്ടിൽ നിന്ന് മേപ്പോട്ടാണ് പടർന്നത് കേരളത്തിനകത്തും തമിഴ്നാട്ടിലും. അതൊരു വലിയ വ്യത്യാസമാണ്. നമ്മളതങ്ങനെ മനസ്സിലാക്കണം എന്താണ് ആ വ്യത്യാസം. അതുകൊണ്ടാണ് നമുക്ക് എല്ലാ ക്ലാസ് റൂമിനകത്തേക്കും എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. ഈ മുൻകൈ നമുക്കുണ്ട്. പക്ഷെ അതേ സമയത്ത് ജാതി സമ്പ്രദായത്തിനകത്ത് നിന്നിരുന്ന പ്രധാനപ്പെട്ട സമ്പ്രദായം നിലനിന്നിരുന്ന തിരുവിതാംകൂറും കൊച്ചിയും പ്രധാനമായി നിർണയിക്കുന്നിടത്തേക്കാണ് ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് തിരുവനന്തപുരത്താകുമ്പോൾ നമ്മളെ നിർണയിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭരണസ്ഥിരാകേന്ദ്രമാകേണ്ടിയിരുന്ന ഒരു ചരിത്രപരമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ വടക്കൻ കേരളത്തിലായിരിക്കണം, കോഴിക്കോടെങ്കിലും ആകേണ്ടതായിരുന്നു. അതിന് പകരം ഈ പ്രാകൃത കേന്ദ്രമായി തീർന്ന തിരുവനന്തപുരമായി പോയതുകൊണ്ടാണ് നമുക്ക് ആ അനുഭവം ഉണ്ടാകാതെ ഈ ഉടുപ്പിട്ട ഗൊറില്ലായോ ചിമ്പാൻസിയോ ആയിട്ട് മലയാളി മാറിപ്പോയത്. അതുകൊണ്ടാണ് ജാതി സമ്പ്രദായം അല്പം പോലും മാറാത്ത ആ സിസ്റ്റം അങ്ങനെ തന്നെ നിൽക്കുകയും ഭരണസ്ഥിരാകേന്ദ്രം എന്ന് നമ്മൾ പറയുന്നതിനകത്ത് മുഴുവൻ ജാതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന സെക്രട്ടേറിയറ്റും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ വെറുതെ നോക്കിയാൽ മതി, തമിഴ് ബ്രാഹ്മണരായിരുന്നു ദിവാന്മാർ. അപ്പോൾ ആദ്യത്തെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ബ്രാഹ്മണർക്ക് ദിവാനാകാൻ അവകാശം കിട്ടണമെന്ന് പറഞ്ഞിട്ടാണ് ഇത് മെമ്മോറിയൽ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പടയിലൊക്കെ ഇരിക്കാൻ പറ്റുമെങ്കിലും ഭരണത്തിൽ വരാനൊക്കത്തില്ല. നായന്മാർക്ക് വേണ്ടി അവർ സമരം ചെയ്യുകയാണ് ചെയ്തത്. ഇതെല്ലാം നമ്മൾ നോക്കിയാൽ മതി. അങ്ങനെയായിരുന്നു. അപ്പം നമുക്ക് ഈ അഴിച്ചു പണിയുന്ന മെക്കാനിസങ്ങൾ ഉണ്ടായതേയില്ല. ജാതി സമ്പ്രദായം അങ്ങനെ തന്നെ തുടരുകയാണ് ചെയ്തത്. ജാതിയിൽ കുടുങ്ങിപ്പോയ മലയാളി, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഉടുപ്പിട്ടെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ രണ്ട് സാധനം ഒരേപോലെ നമുക്ക് കാണാൻ പറ്റും. വീടുകളൊക്കെ അങ്ങനെ തന്നെ തുടരും. അപ്പോൾ ഈ ഒരു കോൺട്രഡിക്ഷൻ നമ്മൾ കണ്ടാലേ നമുക്ക് മനസ്സിലാകുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്നും ഇതൊരു പ്രശ്നമായിട്ട് അനുഭവിക്കും. നിരതെറ്റി നടക്കാൻ
പഠിച്ചു തുടങ്ങിയത് എപ്പോഴായിരുന്നു ഓർത്തെടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ വായനയെക്കുറിച്ചൊക്കെ ഇപ്പോൾ പറഞ്ഞല്ലോ, കേരളത്തിലെമ്പാടും ലൈബ്രറികളുണ്ടായിരുന്നു, നമുക്ക് ഗ്രന്ഥശാലകൾ നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറിയതിനെയൊക്കെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം വായനയാണോ ശരിക്ക് മാറ്റത്തിനുള്ള ഒരു ചിന്ത കൊണ്ടുവന്നത്? ആ സ്പാർക്ക് എപ്പോഴായിരുന്നു വന്നത് താങ്കളുടെ ജീവിതത്തിൽ? വ്യക്തി ജീവിതത്തിന് അതെ. ഞാൻ ഞാൻ എഴുതിയ ഒരു പുസ്തകത്തിനകത്ത് ഞാനത് പ്രധാനമായിട്ട് പറഞ്ഞിരുന്നത്, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മാവേലിക്കര സ്കൂളിലായിരുന്നു പഠിച്ചത്. ഉം. അവിടെ ഒരു അധ്യാപകൻ, അപ്പോൾ അന്ന് ഈ വെള്ളിയാഴ്ച ദിവസം ഒരു ക്ലാസ് ഉണ്ട്. നമ്മൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികളെല്ലാം പറയുകയും കഥ പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലം. അപ്പോൾ അന്നത്തെ ആ അധ്യാപകനെ ഒരു ചോദ്യം ചോദിച്ചു, ദൈവം ഉണ്ടോ ഇല്ലയോ? അത് അടുത്ത വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ. അപ്പം അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു വിഷയം ചിന്തിക്കാനൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അതൊരു പ്രധാന ചോദ്യമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഈ ലോകമൊക്കെ ഉണ്ടാക്കിയ ദൈവമാണെന്ന് ആൾക്കാർ പറയാറുണ്ടല്ലോ. താങ്കളുടെ കുട്ടിക്കാലം ശരിക്കും സാധാരണ ഒരു മലയാളി കുടുംബം മലയാളം ഞാൻ എന്നുവെച്ചാൽ സാധാരണ സ്കൂളിലാണ് ഈ പഠിച്ചിട്ടുള്ളത്. പറഞ്ഞ എല്ലാ വിശ്വാസങ്ങളും ഉള്ള ഒരു വീട്ടിൽ നിന്ന് അങ്ങനെയാ? അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിലും നമ്മളെ അങ്ങനെ മെനക്കെട്ട് പഠിപ്പിക്കുന്ന തരത്തിൽ രാവിലെ എണീറ്റിട്ട് എന്താണ് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കത്തില്ലായിരുന്നു. അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷേ അവിടെ ഇങ്ങനെ വിളക്ക് കത്തിക്കുകയൊക്കെ ചെയ്യുന്ന, അച്ഛൻ വിളക്ക് കത്തിക്കും ഒക്കെ ചെയ്യുന്ന, അല്ല അമ്മ പ്രത്യേകിച്ച് അങ്ങനെ രാവിലെ എണീറ്റിട്ട് ഇത് ഇങ്ങനത്തെ പ്രാർത്ഥിക്കും അങ്ങനെ ഇല്ലായിരുന്നു. അങ്ങനത്തെ ഒരു വീടായിരുന്നു. അതുകൊണ്ട് അങ്ങനത്തെ ഒരു അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ചോദ്യമൊക്കെ ഇങ്ങനെ വന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ, ഈ ഉണ്ടാക്കിയത് ഈ ലോകത്തിനെയാണല്ലോ ഉണ്ടാക്കിയത്. അപ്പം ഈ ലോകം ചൊവ്വേ നേരം ഉണ്ടാക്കിയിട്ടില്ലെന്നുള്ളത് ഏതാളിനും നോക്കിയാൽ ഒറ്റയടിക്ക് മനസ്സിലാവും. അപ്പം ഞാൻ അന്ന് കുട്ടിയായിരുന്ന സമയത്ത് ആദ്യം ആലോചിച്ച്, ഈ കൊതുകിനെ എന്തിനാണ് ഈ ഉണ്ടാക്കി? എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എന്തായാലും ഉണ്ടാക്കി ഒരുത്തനുണ്ടെങ്കിൽ കാശിന് കൊള്ളാത്ത ഒരുത്തനാണ്. അത്രേ എനിക്ക് മനസ്സിലായി. കാരണം വിവരമില്ല എന്നുള്ളതാണ് ഒന്നാമത് മനസ്സിലായത്. ചൊവ്വേ നേരം ഉണ്ടാക്കാൻ അറിഞ്ഞു. അതേ സമയത്ത് രണ്ടാമത് ഞാൻ ആലോചിച്ചപ്പോൾ, സാധാരണ ഒരു അബദ്ധമൊക്കെ ഒരാൾക്ക് പറ്റാം, പക്ഷെ അത് നിർത്താതെ വീണ്ടും അതിനകത്തൊന്നും ഒന്നും പഠിക്കത്തില്ല. ഇങ്ങനെ പഠിക്കാത്ത ഒരാളും കൂടെ ആണെന്ന് മനസ്സിലായി. അനുഭവത്തിൽ നിന്ന് പഠിക്കത്തില്ല നമ്മൾ. അങ്ങനെയില്ല. കാരണം ഈ ഞാനുണ്ടായ അന്ന് എനിക്കൊരു ഒരു 13 വയസ്സായി. അപ്പോൾ 13 വയസ്സ് വരെയും ഈ കൊതുകിനെ ഉണ്ടാക്കുന്നത് നിർത്തിയിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാൾ പഠിക്കുന്നുമില്ല എന്ന്. അപ്പം ഞാനിതാണ് അവിടെ പോയി അടുത്ത തവണ പറയുമ്പോൾ ഞാൻ പറഞ്ഞ്, ചൊവ്വേ നേരം ഉണ്ടാക്കാനും അറിഞ്ഞൂടാ, ഉണ്ടാക്കിയതിനകത്തൊന്നും ഒന്നും പഠിക്കത്തുമില്ല, അത് കാരണം കൊണ്ട് കൊള്ളാത്തൊരു ദൈവമാണ്, അതുകൊണ്ട് കിട്ടിയ 2 അടി ഞാൻ കൊടുക്കും എന്ന് തീരുമാനിക്കുന്നു. അതാണ്. അപ്പോൾ അധ്യാപകൻ ഇങ്ങനെ കുറേ നേരം കേട്ടേച്ച് പറഞ്ഞു, നല്ല ചിന്തയാണ്, ചിന്തിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു വ്യത്യാസപ്പെട്ട ചിന്ത ജീവിതത്തിനകത്തേക്ക് വരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ എന്നെ സ്വാധീനിച്ചത് BA പഠിക്കുന്ന സമയത്താണ്. BA പഠിക്കുന്ന സമയത്ത് ഈ ലോക ക്ലാസിക്സ് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന ഇംഗ്ലീഷ് ലിറ്ററേച്ചറായിരുന്നു. അപ്പോൾ അതിനകത്ത് റസ്സലൊക്കെ എഴുതിയിരുന്ന ലേഖനങ്ങളൊക്കെയാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. അങ്ങനെ വേൾഡ് ഗവൺമെൻറ് ഒക്കെ ഉണ്ടാക്കണമെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്നൊക്കെ ആലോചിക്കുന്ന ഒരു സ്ഥലത്തേക്ക് മാറി. വിദ്യാഭ്യാസം ഇങ്ങനെ അല്ല വേണ്ടതെന്ന് ഞാൻ അറിവ് ചെയ്യുന്നുണ്ട്. പരീക്ഷ വേണ്ടതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പരീക്ഷയൊക്കെ ആവശ്യമില്ലാത്തതാണെന്നൊക്കെ ഞാൻ തിരിച്ചറിയുന്നുണ്ട്. പരീക്ഷ എഴുതണ്ടെന്ന് തന്നെ വിചാരിച്ച, പക്ഷേ അതിനുള്ള അങ്ങനെ അതിന് പകരം എന്ത് എന്നുള്ള ഒരു അറിവുമില്ല. അതുകൊണ്ട് പരീക്ഷ എഴുതി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഞാൻ അതിന് വേണ്ടി മെനക്കെട്ട് പഠിച്ചിട്ടൊന്നുമല്ല. നമ്മൾ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്യുന്ന കാരണം കൊണ്ട്, പുസ്തകമൊക്കെ വായിക്കുന്ന കാരണം കൊണ്ട് നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ അങ്ങ് ജയിക്കും. അപ്പം അതുകൊണ്ട് ജയിച്ചു പോയതാണ്, അല്ലാതെ പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ പഠിച്ചിട്ടില്ല. ആ പഠിക്കാതായത് തൊട്ട് ഞാൻ MA പോകുമ്പോഴുമൊക്കെ അവസാനം ഈ പരീക്ഷ എഴുതുന്ന ഈ പണി നിർത്തി ഞാനത് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അതിന് ശേഷമാണ് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പുസ്തകങ്ങളാണെന്ന് പറയുമ്പോൾ പുസ്തകം മനുഷ്യരാണെന്ന് അറിയാം. വേറൊരാളുടെ അനുഭവം എഴുതി വച്ചിരിക്കുന്നു എന്നുള്ളതല്ലാതെ മനുഷ്യരെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരു മനുഷ്യനോട് സംസാരിക്കുന്നതിന് പകരം ഒറ്റയ്ക്ക് ആ മനുഷ്യനുമായിട്ട് നമ്മുടെ സൗകര്യത്തിലിരുന്ന് വായിക്കുന്നതേ ഉള്ളൂ. മനുഷ്യരുമായിട്ട് തന്നെയാണ്, മനുഷ്യരുടെ ഇടയിൽ തന്നെയാണ്. അപ്പം സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിക്ക് ആയിരക്കണക്കിന് അമ്മയും അച്ഛന്മാരുമാണ് ഉണ്ടാകുന്നത്. സ്കൂളിൽ പോകാത്ത കുട്ടിക്ക് ഒരു അമ്മയും അച്ഛനേ ഉണ്ടാവുള്ളൂ.
അല്ലെങ്കിൽ അയലത്തുള്ള 2-3 പേരോട് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. മറ്റേതങ്ങനെയല്ല. കാലവും ദേശവും കടന്ന് വരുന്ന അന്യരായ മനുഷ്യരുടെ അറിവ് ഒന്നിച്ചു കൊണ്ടുവരുന്നതാണ് പുസ്തകം. എഴുത്തെന്ന് പറയുന്നത് അതിനാണ്, അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഭാഷ എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഉണ്ടായ ഒരു അനുഭവം വന്ന് എന്നോട് പറയുമ്പോൾ കാലം ദേശവും കടത്തിക്കൊണ്ടുവന്ന ഒരു അനുഭവമാണ് പറയുന്നത്. ഇത് 2000 വർഷം മുമ്പിരുന്ന് എഴുതിയതും 1000 വർഷം മുമ്പിരുന്ന് എഴുതിയതും എല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണ് ഭാഷയുടെ അഡ്വാൻറ്റേജ്. എഴുത്ത് ഭാഷ കൊണ്ടുണ്ടാകുന്നത് കാലം മാറി ദേശവും മാറി കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഒന്നിച്ചു കൊണ്ടുവരാൻ പറ്റും ലോകത്തുള്ള അറിവെല്ലാം. ആ എബിലിറ്റി കൊണ്ടുണ്ടാകുന്ന വ്യത്യാസമാണ്. പിന്നീടുണ്ടായ ജീവിതത്തിൽ മുന്നോട്ട് പോയപ്പോൾ ഒരു ഇണയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചു. ഇപ്പോഴും മിക്ക മലയാളി വീടുകളിലും ഇണയെ തിരഞ്ഞെടുക്കുന്നത് മുതിർന്നവർ അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, ആ ഒരു ഘട്ടത്തിലേക്കൊക്കെ എത്തിയപ്പോൾ താങ്കളുടെ ചിന്ത ശരിക്കും രൂപപ്പെട്ടിരുന്നു. ഈ ഒരു ലിവിങ് ടുഗെദർ എന്നുള്ള കാര്യമൊക്കെ എപ്പോഴാണ് ആദ്യം കേട്ട് തുടങ്ങിയത് താങ്കളുടെ ജീവിതത്തിൽ? എൻ്റെ ഒരു ഇതിൽ താങ്കളൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ജീവിച്ച് കാണിച്ചു തന്നു. എനിക്കൊരു എൻ്റെ അമ്മയ്ക്കൊരു പെൻ ഫ്രണ്ട് അമേരിക്കക്കാരി ഉണ്ടായിരുന്നു. ഉം. അപ്പോൾ അവർ അവിടുന്ന് അയച്ചു തരുന്ന മാസികകൾ വായിച്ചാണ് ഞാൻ വളർന്നത്. ഞാൻ ഈ ഗ്രാമത്തിലെ സാധാരണ സ്കൂളിൽ പഠിച്ചെങ്കിലും വായിക്കുന്നത് ഈ ഇംഗ്ലീഷ് മാസികകളെല്ലാം വായിക്കുന്നവർ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നേരിട്ട് ഈ ഹിപ്പി മൂവ്മെൻറ്റും ബീറ്റിൽസ് ഉണ്ടായതും ഒക്കെ ഞാൻ കണ്ടാ വളർന്നു. അമേരിക്ക അതുപോലെ തന്നെ ചന്ദ്രനിലെ ആളുകൾ ഇറങ്ങുന്നതും ആ സമയത്തുണ്ടാകുന്നതും, അതുപോലെ തന്നെ വിയറ്റ്നാം വാർ, ക്യൂബൻ ക്രൈസിസ്, ഇതെല്ലാം ഈ അമേരിക്കക്കാരുടെ ലോകത്തു നിന്ന് ഞാൻ അറിയുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. ഇതെന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ പിന്നീട് കണ്ടെത്തിയത് ഇത് എന്തായിരിക്കാം സംഭവിച്ചതെന്ന്. എന്ന് ചിന്തിച്ചു. ഞാൻ അതിനകത്ത് ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് അവിടുത്തെ കോളേജ് മാഗസിനകത്തൊരു ലേഖനം എഴുതി കൊടുക്കാനായിട്ട് ഞാൻ എഴുതിയത് UFOയെ പറ്റിയായിരുന്നു. അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ്. അപ്പോൾ ഈ അധ്യാപകൻ ഇതിങ്ങനെ എടുത്ത് വായിച്ചിട്ട് അയാൾ ചോദിച്ചു, ഇതെന്ത് എഴുതിയിരിക്കുന്നത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ ഗ്രഹങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നതിനെ പറ്റിയൊക്കെ ഞാൻ ഭയങ്കര ആനിമേറ്റഡ് ആയിട്ട് പറയുകയാണ്. അപ്പോൾ അയാൾ കേട്ടിട്ടേ ഇല്ല. അയാൾ ഇംഗ്ലീഷ് അധ്യാപകനാണ്, പക്ഷേ അയാൾ ഒരിക്കലും കേട്ടിട്ടില്ല UFO എന്ന് പറഞ്ഞൊരു സംഭവം. ഞാനാണെങ്കിൽ UFOയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ആകാശത്ത് ഒരു ബൈനോക്കുലർ കിട്ടിയിട്ടുണ്ടായിരുന്നു, അവർ ഈ അമേരിക്കക്കാരി അയച്ചു തന്ന്. അത് പിടിച്ച് ഈ ആകാശത്തേക്ക് നോക്കിക്കിടക്കും രാത്രി മുഴുവൻ. ഞാനായിരിക്കും ആദ്യം വരുന്നവരെ കാണുന്നതെന്ന് വിചാരിച്ച് നോക്കിക്കിടന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ ബോധത്തിനെ മാറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം അന്ന് എനിക്കറിയില്ല. അപ്പോൾ UFO എന്നുള്ള വാക്കൊക്കെ ഞാൻ ഇത് എഴുതുമ്പം 69ലാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ അന്ന് ഞാനത് എഴുതുമ്പോൾ കേരളത്തിലുള്ള ആരെങ്കിലും കേട്ടിട്ടില്ല, ചിലപ്പോൾ എന്നെപ്പോലുള്ള അവിടെ ഇവിടെ 1-2 പേരൊക്കെ കാണുമായിരിക്കാം. അല്ലാത്ത ആരും അങ്ങനെ ടെലിവിഷനൊന്നും വന്നിട്ടില്ല. അപ്പോൾ ആ മാസികകൾ അയക്കപ്പെട്ടത് വായിക്കുകയൊക്കെ ചെയ്തിരുന്നത് ഈ ഗ്രാമത്തിൽ ജീവിക്കുമ്പോഴും എന്നെ ട്രാൻസ്ഫോം ചെയ്യുന്നതിന് അത് സഹായിച്ചിട്ടുണ്ട്. എന്നാൽ എൻ്റെ വീട്ടിലുള്ള മറ്റൊരു 5 പേരുണ്ട്, അവരും വായിച്ചതാണ്. അവരത് അതിൻ്റെ മേളിൽ അങ്ങനെ പണിയെടുക്കും. അപ്പോൾ വ്യക്തിഗതമായി നമ്മൾ അതിൻ്റെ മേളിൽ പണിയെടുക്കുകയും കൂടെ ചെയ്തുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ സംഭവിച്ചത്. എന്നാലും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യം ഉപയോഗിക്കാൻ കഴിഞ്ഞ കാരണം കൊണ്ട് ഞാൻ ഈ ആദ്യമായിട്ട് എഴുതിയ ഒരു കവിത ഇംഗ്ലീഷിലാണ് എഴുതിയത്. അങ്ങനത്തെ അപ്പോൾ അത് ഇംഗ്ലീഷ് വായിക്കുന്നതിൻ്റെയും കാണുന്നതിൻ്റെയൊക്കെ കൊണ്ടും പിന്നീടുള്ള എൻ്റെ ജീവിതത്തിനകത്ത് അത് വളരെയധികം സ്വാധീനം ചെലുത്തിയായിരുന്നു. അപ്പോൾ ആ ഒരു കാഴ്ചയുണ്ടായി വ്യത്യസ്തമായിട്ട്. അപ്പോൾ ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെ എല്ലാം അങ്ങനെ വായിക്കാനും അറിയാനും എനിക്കന്ന് കഴിഞ്ഞിരുന്നു. പിന്നെയാണ് ടെലിവിഷൻ വരുന്നത് ഒക്കെ നമ്മൾ പിന്നീടാണല്ലോ. ഞാൻ 72-ലൊക്കെ ഞാൻ വടക്കേ ഇന്ത്യയിലെ മീററ്റിലായിരുന്നു പഠിക്കുന്നത്. അപ്പോൾ ടെലിവിഷൻ വന്ന അവിടെ പക്ഷെ അതിനകത്ത് വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷനാണ്. അപ്പോൾ അവിടുത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് വരുന്ന ന്യൂസ് എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തോട്ടൊന്നും അതിനകത്തില്ല. പിന്നെ ഒരു ഗ്യാപ്പുണ്ട്. നാട്ടിൽ വന്ന് നമ്മുടെ നാട്ടിലേക്ക് ടെലിവിഷനൊക്കെ വരുന്നത് പിന്നീടാണ്. അപ്പോഴും ഈ ലോകവ്യാപകമായ അറിവ് അതിനുള്ള സഹായിക്കുന്ന തരത്തിലുള്ള ഒന്നും തന്നെ വന്നിട്ടില്ലല്ലോ. നമുക്ക്
എനിക്കൊന്ന് 90-കൾക്ക് ശേഷം ഈ കേബിൾ ടി വി ഒക്കെ വന്നതിന് ശേഷമാണ് പക്ഷെ ഞാൻ അപ്പോഴത്തേന് ഈ മാസികകൾ വായിക്കുകയൊക്കെ ചെയ്ത കാരണം കൊണ്ട് വാഷിങ്ടൺ പോസ്റ്റ്, ലൈഫ് ജേർണൽ, പിന്നെ ലേഡീസ് ഹോം ജേർണൽ എന്ന് പറഞ്ഞിട്ട് അത് അമേരിക്കൻ വനിതയാണ്, അമേരിക്കൻ റീഡേഴ്സ് ഡൈജസ്റ്റ്, നാഷണൽ ജോഗ്രഫിക്ക്, ഇതെല്ലാം ഞാനിങ്ങനെ കുട്ടിക്കാലം തൊട്ടൊരു 58 തൊട്ട് വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വായിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു ബ്രോഡറായ ഒരു കാഴ്ച ഉണ്ടാകാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഈ ഫെമിനിസ്റ്റ് ചിന്താഗതി അമ്മയിൽ നിന്നായിരിക്കുമോ അതോ മറ്റ് ജീവിതത്തിൽ കണ്ടുമുട്ടിയ സ്ത്രീകൾ, ഡോക്ടർ ജയശ്രീ ഉൾപ്പെടെ, പിന്നെ കനി, ഏറ്റവും സ്വാധീനം ചെലുത്തിയ സ്ത്രീ ആരായിരിക്കും ജീവിതത്തിൽ? ഒരു വശത്ത് ഈ വായനയ്ക്കകത്തൂടെ അമ്മ പഠിച്ചിട്ട് അമ്മ 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് ആ 10ാം ക്ലാസ് പാസ്സായിരുന്ന സമയത്ത് അച്ഛൻ കല്യാണം കഴിച്ചു. 15ാമത്തെ വയസ്സ് കല്യാണം കഴിച്ചു. അമ്മയ്ക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടായ ഒരു സ്ഥലമാണ്. അപ്പോൾ അമ്മ റെസിസ്റ്റ് ചെയ്യുന്നൊരു സാധനം കാണാൻ പറ്റുമായിരുന്നു. അപ്പം അമ്മയുടെ ഒരു ആ നിലവാരത്തിലുള്ള പഠിക്കാനായിട്ടുള്ള തന്നെത്താനെ അമ്മ ഞങ്ങളെ എല്ലാം ഹിന്ദി പഠിപ്പിച്ച ഒരാളും കൂടെ. അപ്പോൾ അതൊക്കെ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. അമ്മ ആ നിലവാരത്തിൽ ഒരു ബോധരൂപീകരണത്തിനകത്ത് അമ്മയ്ക്ക് പക്ഷേ ഒരിക്കലും അച്ഛനെ വിട്ടുപോകുന്ന യുക്തിക്കകത്ത് നിന്നും പോകാനായിട്ടുള്ള ബോധമില്ല. പക്ഷെ റെസിസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇൻഡിപെൻഡൻ്റ് ആകുക എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ. പക്ഷേ എൻ്റെ ഈ പറയുന്ന വായനയാണ് ആ നിലവാരത്തിൽ. ഇപ്പം ഞാൻ ജയശ്രീയെ കാണാനായിട്ട് ഞാൻ പോകുമ്പോൾ, ആദ്യമായിട്ട് കാണാനായിട്ട് പോകുമ്പോൾ ഒരു ഫെമിനിസ്റ്റ് പുസ്തകമാണ് കൊണ്ടുപോകുന്നത്. അത് ആ പുസ്തകങ്ങൾ വായിക്കാനായിട്ട് കാരണമായി തീർന്നത് ഞാൻ ഈ ഗുരുകുലം എന്ന് പറയുന്ന ഒരു 10 വർഷത്തോളം ഞാൻ ഒരു സന്യാസ മഠത്തിനകത്ത് ജീവിച്ചിട്ടുണ്ട്. അതിനകത്തുനിന്ന് വരുമ്പോൾ വായിക്കുമ്പം സ്ത്രീകളുടെ ഇഷ്യൂസിനെ പറ്റി ചർച്ച ചെയ്യുന്ന സമയത്ത് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള എക്സ് നക്സലൈറ്റുകളായിട്ടുള്ള കുറേ കൂട്ടുകാരുണ്ടായിരുന്നു. അത് TN ജോയി, അതുപോലെ തന്നെ സച്ചിദാനന്ദൻ, രാജീവൻ, ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഉണ്ടായിരുന്നു. അവരുമായിട്ടുള്ള ഇൻട്രാക്ഷനാണ് എന്നെ ആ നിലവാരത്തിലൊരു ഫെമിനിസ്റ്റ് പുസ്തകങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതും വായിച്ചിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ജയശ്രീയായിട്ടുള്ള സംസാരം തുടങ്ങുമ്പോൾ തന്നെ ഈ തുല്യതയെ പറ്റിയുള്ള സംസാരവും വിഷയം ഇതായിരുന്നു. നമ്മൾ ഒന്നിച്ച് ജീവിക്കുക എന്ന് പറയുന്നത്, ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ആശയമൊക്കെ നമ്മൾ ആ സമയത്തേക്ക് രൂപപ്പെടുത്തുന്നുണ്ട്. ആ രൂപപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഫെമിനിസ്റ്റ് പ്രസ്ഥാനം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഞങ്ങൾക്ക് മുൻകൈ എടുക്കാനായിട്ട് ജയശ്രീ, എൻ്റെ അവരുടെ കൂട്ടുകാരായിരിക്കുന്ന കുറേ സ്ത്രീകളും എല്ലാം കൂടെ ഞങ്ങൾ ചേർന്നിട്ടാണ് ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് പ്രചോദനം ഉണ്ടാക്കുന്നത്. ആ ഉണ്ടാക്കുന്നത് ഈ ഞങ്ങളുടെ ഈ ഡിസ്കഷനകത്ത് ഞങ്ങളുടെ ഈ ജീവിതവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടും കൂടാണ്. അവിടുന്ന് ഞാൻ അജിതയെ കാണാനായിട്ട് കോഴിക്കോട് പോകുന്നു. അപ്പോൾ അവിടെ അത് ഫെമിനിസ്റ്റ് പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് അന്ന് മന്ദാകിനിയെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവർ അജിതയും മന്ദാകിനിയെ കണ്ട് സംസാരിക്കുന്ന വഴിയാണ് അത് അവിടെ ഉണ്ടായത്. അത് ഒരു സമാന്തരമായ സമയത്താണ് ഇത് രണ്ടിടത്തും ചെയ്തത്. ചെയ്യുന്ന സമയത്ത് സാറ ജോസഫിൻ്റെ നേതൃത്വത്തിലാണ് തൃശ്ശൂർ ആരംഭിക്കുന്നത്. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് ഞങ്ങളെ ആ 3 സ്ഥലവും കൂടെ കണക്ട് ചെയ്തിട്ടായിരുന്നു അന്നത്തെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനമൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ആദ്യത്തെ ഒരു ഫെമിനിസ്റ്റായിട്ട് ഞാൻ ഉണ്ടാകുന്നുണ്ട്. കുറച്ച് സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മൾ ആദ്യത്തെ ഒരു പുസ്തകം, വലിയ നല്ല തമാശയാണ്. ഇന്ദിര, ഇപ്പം മരിച്ചുപോയ ഭാസുരേന്ദ്ര ബാബുവിൻ്റെ പാർട്ട്ണറാണ്. അവരാണ് ആദ്യമായിട്ട് നമുക്ക് ഞങ്ങളിങ്ങനെ ഒരു പുസ്തകം എഴുതുന്നത്. സ്ത്രീകൾ ലൈംഗികമായി അടിമകളാണോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഞങ്ങളന്ന് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിനോട് ബന്ധപ്പെട്ട പുസ്തകങ്ങളായിരുന്നു. അതിനകത്ത് ഈ പുസ്തകമായിരുന്നു ഏറ്റവും കുറച്ച് വിറ്റത്. എൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ലൈംഗികം എന്നുള്ള വാക്ക് കാരണം ആരും മേടിക്കത്തില്ല. എന്തൊരു അത്ഭുതമായി പോയെന്നറിയോ. അപ്പം ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു പുസ്തകം ഇറക്കിയ 2 മാസം കൊണ്ട് പുസ്തകം വിറ്റിരിക്കും. ഒത്തിരി പേരുണ്ട്, 10-40 പേരുണ്ട്. തൊഴിലില്ലാത്ത മനുഷ്യർ മാത്രമുള്ള ഒരു കാലമായിരുന്നു നമ്മുടെ ആ കാലം. ആ പുസ്തകങ്ങൾ മുഴുവൻ, ബാക്കിയുള്ള പുസ്തകങ്ങൾ മുഴുവൻ ഞങ്ങൾ ചൂടപ്പം പോലെ വിൽക്കും. ഈ പുസ്തകം നമുക്ക് വിൽക്കും. ഇത് ആൾക്കാർ മേടിച്ചാൽ കവറിട്ടിട്ട് മേടിച്ചോണ്ട് നടക്കുള്ളൂ. നമുക്ക് ആ സ്ഥലത്തു നിന്നാണ് ഇപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് മറക്കണ്ട.
സ്ത്രീകൾ ലൈംഗികമായ അടിമകളാണ്, ലൈംഗികം എന്നെഴുതിയത് പിടിച്ചു നടക്കാൻ പറ്റാതിരുന്ന ഒരു മലയാളി ബോധവും കൂടെ ഉണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഈ ക്ലാസ് റൂമാണ്. വീടുകളിനകത്ത് ജാതിയും മതവും വിവേചനപരമായി നമുക്കുണ്ടായിരുന്നിടത്തു നിന്ന് സ്കൂളിൽ വരുമ്പോൾ ലിംഗവിവേചനം കൂടെ പഠിക്കുന്നിടത്തായി. അതാണ് മലയാളിക്ക് പറ്റിയത്. ഈ 3 സാധനവും ഇതുവരെ നമുക്ക് തൊടാൻ കഴിഞ്ഞിട്ടില്ല. ക്ലാസ് റൂമിനകത്ത് ആണിനെയും പെണ്ണിനെയും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉള്ള സ്കൂൾ ആരംഭിക്കുകയും ഒരു ക്ലാസ് റൂമിൽ തന്നെ രണ്ടിടത്ത് ഇരുത്തുകയും ചെയ്യുന്നതാണ് ഫാക്ടറിക്കകത്തൂടെ സകലരും കയറി ഇറങ്ങിയതുപോലാണ് മലയാളികൾ ആണും പെണ്ണുമായി ധ്രുവീകരിച്ചു പോയി. ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് തിരിച്ചു വരണം. ആരാണ് ഏറ്റവും സ്വാധീനം ചെലുത്തിയ സ്ത്രീ എന്ന ചോദ്യമായിരുന്നു ഞാൻ ചോദിച്ചത്. അങ്ങനെ ഒരാളായിട്ട് പിന്നെ പറഞ്ഞാൽ ഒരു സ്ത്രീയായിട്ട് പറയാൻ പാടാം. ഇവരെല്ലാവരും എന്നെ തൊട്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അമ്മയുടെ റോളുണ്ട്, ജയശ്രീയുടെ റോളുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ആ ലെവലിൽ ട്രാൻസ്ഫോം ചെയ്തത് ചിലപ്പോൾ ജയശ്രീ തന്നെയായിരിക്കും. അതിനാണ് ജയശ്രീയുടെ റെസിസ്റ്റൻസ് ഉണ്ട്. ഞാനൊരു ഡോമിനൻ്റ് ക്യാരക്ടറായിരുന്നു. അപ്പോൾ ജയശ്രീ അപ്പം തുല്യതയൊക്കെ പറയുമ്പോഴും ജീവിക്കാൻ അറിഞ്ഞൂടാല്ലോ. അപ്പോൾ ജയശ്രീ റെസിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ളത്. അപ്പം നന്നായിട്ടൊന്നുമില്ല, ജയശ്രീ എന്നെ ഉപേക്ഷിച്ചിട്ടില്ലാത്തതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനോട് ചേർന്ന് ചോദിക്കേണ്ട ഒരു ചോദ്യമാണെന്ന് തോന്നുന്നു. മലയാളി അന്നൊന്നും കണ്ട് ശീലിച്ചിട്ടില്ലാത്ത അച്ഛൻ അമ്മയുടെ റോള് ചെയ്യുക. അതായത് അച്ഛനും അമ്മയ്ക്കും 2 റോള് കൽപ്പിച്ചു കൊടുത്ത സമൂഹത്തിൽ അമ്മയുടെ റോളും കൂടെ താങ്കൾ ഏറ്റെടുത്ത് കനിയെ എന്താ പറയുക, കനിയുടെ ഒരു സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് താങ്കൾ തന്നെയാണ് വഹിച്ചിട്ടുള്ളത് 90% എന്ന് ഡോക്ടർ ജയശ്രീ പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ പേരൻറ്റിങ് ചെയ്യുമ്പോൾ, ഞാനൊരു അമ്മയാണ്, അപ്പം പേരൻറ്റിങ്ങിൻ്റെ പല ഘട്ടങ്ങളിൽ ഞാൻ ചെയ്യുന്നത് തെറ്റാണോ, മാറി നടക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് ഞാൻ ചെയ്യുന്നത് തെറ്റാണോ എന്നുള്ള ചോദ്യം എന്നെ ഇങ്ങനെ നിരന്തരം അലട്ടിക്കൊണ്ടിരിക്കും. കാര്യം സമൂഹത്തിൻ്റെ പല ഭാഗത്തു നിന്ന് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇങ്ങനെ വളർത്തണം, അങ്ങനെ വളർത്തണം, ചോദ്യങ്ങളും പറച്ചിലുകളും കൂടുതലാണല്ലോ, ഇടപെടലുകൾ. അപ്പോൾ ഈ നമുക്ക് ഉടനെ ഒരു സർട്ടിഫിക്കറ്റും കിട്ടാൻ പോണില്ല പേരൻറ്റിങ്ങിൽ. താങ്കൾക്ക് കനി ഇപ്പോൾ എത്തി നിൽക്കുന്ന ആ ഒരു എന്താ പറയുക, നമ്മൾ ജയിച്ചു എന്നൊന്നും പറയാറായിട്ടില്ല, ഒരാളുടെ ജീവിതം അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ കനി ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു സ്റ്റേജിൽ തിരിഞ്ഞു നോക്കുമ്പോൾ താങ്കൾക്ക് എന്താ തോന്നുന്നത്? ഗുഡ് പേരൻറ്റിങ് തന്നെയായിരുന്നു? ഈ പേരൻറ്റിങ്ങിനെ കുറിച്ച് ഇപ്പോൾ ഭയങ്കര ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് ചോദിക്കുകയാണ് ഞാൻ. കനി ജീവിതത്തിനകത്ത് ഇപ്പോൾ അവൾ നിൽക്കുന്ന സ്ഥലം കാണിച്ചുകൊണ്ട് നമുക്കിതിന് ഉത്തരം പറഞ്ഞുകൂടാം. അതുകൊണ്ട് അവൾ ജീവിച്ചിരിക്കുക എന്ന് പറയുന്നതൊക്കെ തന്നെ എൻ്റെ കഴിവാണ്, നല്ലല്ല. അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. താനെ അവൾ അതൊന്നും അല്ല തെളിവുകൾ. ഞങ്ങളിലെ 3 പേരും കൂടെ ജീവിച്ചിരുന്ന സമയത്തുള്ള ജീവിതത്തിൻ്റെ ഗുണനിലവാരത്തിനെ പറ്റിയുള്ള ചർച്ചയ്ക്കകത്തേ നമുക്കത് എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ വിജയിക്കുന്നോ അവസാനമോ അല്ലെങ്കിൽ കനി ഇങ്ങനെ ആയത് എൻ്റെ റോള്, അതൊന്നും ശരിയേ അല്ല, അങ്ങനെയൊന്നും പറഞ്ഞു വിടാം. അതുകൊണ്ട് അവളുടെ ജീവിതത്തിനകത്ത് ഞാൻ ചെയ്യുന്ന, ഇപ്പം ഞാനും ജയശ്രീ എന്നുള്ള എടുക്കുമ്പോൾ മാത്രം ഞാൻ കുറച്ചുകൂടെ കൂടുതൽ ചെയ്തിട്ടുണ്ടെന്ന് പറയാം എന്നുള്ളതല്ലാതെ, ജയശ്രീയുടെ അമ്മ വളരെയധികം പണിയെടുത്തിട്ടുള്ള ഒരാളാണ്. അതേപോലെ തന്നെയാണ് ജയശ്രീ. കനി ഒരു സ്കൂളിലാണ് പഠിച്ചത്, 1ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ ഒരു സ്കൂളിൽ പഠിച്ചത്. അവിടുത്തെ അധ്യാപകർ വളരെ വലിയ പോയല്ലോ, കനി ഇപ്പോൾ തിരിച്ചു പോയിരുന്നല്ലോ, അവിടെ ടീച്ചേഴ്സിനെയൊക്കെ കണ്ടതൊക്കെ കണ്ടു. അത് അവരൊരു വലിയ റോളുണ്ട്. കാരണം അവർ ഈ അവളെ മോൾഡ് ചെയ്യുന്നതിനകത്ത് ധാരാളം പണിയെടുത്തിട്ടുള്ള ആളാണ്. അപ്പം അത് എല്ലാവരുടെയും കാര്യം അങ്ങനെയാണ്. നമ്മൾ ഈ അമ്മയും അച്ഛന്മാർ മാത്രം കുട്ടികളെ വളർത്തുന്നു തെറ്റിദ്ധരിക്കുന്നതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. ചുറ്റുപാടുമുള്ള മുഴുവൻ പേരും ഇടപെടുന്ന ഒരു കാര്യമാണ് കുട്ടികളെ വളർത്തൽ. പ്രത്യേകിച്ച് തിരുവനന്തപുരത്താണെങ്കിൽ ഞങ്ങൾ താമസിച്ചിരുന്നത് ഈ ആക്കുളം, ചെറുവക്കൽ എന്ന് പറയുന്ന സ്ഥലങ്ങളിലാണ്. അതെന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശം തന്നെ. അപ്പോൾ അവിടെയുള്ള മുഴുവൻ പേരും ഇടപെട്ടിട്ടുണ്ട്. കനി എല്ലാവരുടെയും വീടുകളിലൂടെയാണ് വളർന്നിട്ടുള്ളത്. ഞാനൊരിക്കലും എൻ്റെ വീട്ടിനകത്ത് ഇങ്ങനെ കുഞ്ഞിനെ നിർത്തുന്ന രീതിയില്ല. മതിലിനകത്താക്കുക എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അയലത്ത് പോയി കളിക്കണ്ട എന്ന് പറയുന്നതിന് പകരം അയലത്ത് കളിക്കാനാണ് ഞാൻ അവളെ വിട്ടിട്ടുള്ളത്. അതുകൊണ്ട് അവിടുത്തെ കനിയ എന്തെങ്കിലും ആകുന്നുണ്ടെങ്കിൽ ആ നാട്ടുകാർക്ക് മുഴുവൻ അതിനകത്ത് റോള്, നെഗറ്റീവായ റോൾ കൊണ്ടാകാം. അവളും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആളുകൾ കമൻ്റൊക്കെ അടിക്കുന്നതിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ അത് എല്ലാവരും കൂടെ ചേർന്നിട്ടാണ്
സ്കൂളിനകത്ത് പോയി കഴിയുമ്പോൾ കൂട്ടുകാരാണ് ഏറ്റവും കൂടുതൽ ഇതുപോലെ സ്വാധീനിക്കുന്നത് നമ്മളെ. അമ്മയച്ഛനേക്കാളും കൂടുതൽ സ്വാധീനിക്കുന്ന നമ്മുടെ സമശീർഷർ എന്ന് പറയുന്ന പിയേഴ്സ് എന്ന് പറയുന്നവരാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിക്കാറുള്ളത്. അപ്പോൾ അവർക്ക് നല്ല സുഹൃത്തുക്കൾ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം ഉണ്ട്. അപ്പം നമ്മുടെയൊക്കെ എല്ലാവരുടെയും റോള് നമ്മളങ്ങനെ തിരിച്ചറിയേണ്ടത്. അപ്പം ഞാൻ മുൻകൈ എടുത്തിട്ടുണ്ട് പല കാര്യത്തിനകത്ത് ഈ പറയുന്ന പോലെ പാറ്റേൺസ് സെറ്റ് ചെയ്യുന്നതിനകത്തൊക്കെ. അപ്പോൾ അവൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അതൊക്കെ നമ്മൾ അവളുടെ ഒപ്പം കൂടെ കൂടുക എന്ന് പറയുന്ന ഒരു വലിയ പണിയാണ്. മരത്തെ കയറാൻ ഒരാൾ കയറരുത് എന്ന് പറയുന്നതിന് പകരം കയറുന്നതിന് സഹായിക്കുന്ന ആളായിട്ട് മാറുക എന്ന് പറയുന്നതാണ് പേരൻറ്റിങ് എന്നത്. തടയുന്നവരാണ് ഇന്നിവിടെ നമ്മൾ നാട്ടിലെ പേരൻ്റെന്ന് പറഞ്ഞ് ഒരു കാര്യം ചെയ്യാതാക്കുന്നതിന് വേണ്ടിയുള്ള ആൾക്കാരായിട്ട് മാറും. അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാന്ന് നമ്മൾ ഭക്ഷണവും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും വേറൊന്നും ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നതായിട്ട് പേരൻ്റ് മാറുന്നതിന് പകരം കുട്ടികൾ ചെയ്യുന്നതിന് സപ്പോർട്ട് സിസ്റ്റമായിട്ട് നമ്മൾ മാറുകയാണെന്നുണ്ടെങ്കിൽ പേരൻറ്റിങ് ആവും. അപ്പോൾ ആ ലെവലിൽ ഞാനും ജയശ്രീയും ഞങ്ങളൊരു ടീമായിരുന്നു. ഞങ്ങൾ വളരെ വ്യത്യസ്തരാണ്. അങ്ങനെ ആയിരിക്കുമ്പോഴും കനിക്ക് അതൊരിക്കലും ഞങ്ങൾ രണ്ടുപേരും വ്യത്യസ്തരായിരുന്നെന്ന് അറിയുന്നത് ചിലപ്പോൾ അവൾ വലുതായതിന് ശേഷമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഒരു സമയത്ത് തിരിച്ചറിയുന്നുണ്ട് ഈ ഞാൻ മാത്രമായിട്ടൊരു കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. അപ്പോൾ ജയശ്രീയുടെ അമ്മയും അച്ഛനും ഒക്കെ ഇതിനകത്തുണ്ടെന്ന്, അവർക്കും അവകാശങ്ങളുണ്ടെന്നൊക്കെ തിരിച്ചറിയുന്നു. അതൊക്കെ അങ്ങനെ മനസ്സിലാകുമ്പോൾ അവർക്ക് അവരുടെ ഏരിയ ഞാൻ അവർക്ക് വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നു. അല്ലാതെ ഞാൻ അവരെ നിഷേധിക്കുന്നില്ല. അപ്പോൾ അതെല്ലാം ഇതിനകത്ത് വന്നിട്ടുള്ള ഒരു മനസ്സിലാക്കലിനകത്തുനിന്ന് വന്നിട്ടുള്ളതാണ്. നമ്മൾ മാത്രമായിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്നില്ലെന്ന്. ഓട്ടോറിക്ഷ ഓടിക്കുന്നവരും സ്കൂളിൽ ബസ്സിനകത്ത് കിളിയും എല്ലാവരും വളർത്തും എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് കുട്ടികളെ വളർത്തുന്നതെന്ന് തിരിച്ചറിയാമെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാകും. നമ്മുടെ കോൺവെർസേഷൻ എനിക്ക് നീണ്ടുപോകും. നല്ല രസകരമായിട്ട് താങ്കൾ സംസാരിക്കുന്നുണ്ട്. എനിക്ക് അവസാനിപ്പിക്കാൻ ഒരു ചോദ്യം, അതായത് മേൽവിലാസമില്ലാത്ത മനുഷ്യൻ എന്നുള്ളത് ജീവിച്ച് കാണിച്ചു തരികയാണ് താങ്കൾ. ഞാനിപ്പോൾ നേരത്തെ സംസാരിക്കുമ്പോൾ ഇനിയിപ്പോൾ കേരളത്തിലേക്ക് തിരിച്ച് ഇന്ത്യയിലേക്ക് പോകുന്നു. അപ്പോൾ കേരളത്തിൽ എവിടെയായിരിക്കും താങ്കൾ എന്ന ചോദ്യത്തിന് താങ്കൾ ഇല്ല, യാത്രയിലായിരിക്കും നിരന്തരം. ഇനി കേരളത്തിലേക്കോ ഇന്ത്യയിലേക്കോ തിരിച്ചു പോകത്തില്ല. യാത്രകളെ ഉണ്ടാവും. ഞാൻ പണ്ട് നേരത്തെ കേരളത്തിന് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഒരു ജില്ലയിൽ ജീവിക്കുക എന്ന് പറയുന്ന അർത്ഥമില്ലാത്തതുപോലെ തന്നെ ഇനി ഒരു രാജ്യത്ത് ജീവിക്കുന്നുണ്ടാകത്തില്ല. ഞാനിപ്പോൾ അമേരിക്കയിൽ പോകുന്നു, കൂടുതൽ ചിലപ്പോൾ അമേരിക്കയിൽ ചിലവഴിക്കുന്നുണ്ടാകും സമയം. ഇനിയും പോകുന്നുണ്ടാവും. ഇപ്പം സെപ്റ്റംബറിൽ അവിടുത്തെ ഫ്ലോറിഡ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഒരു ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് വരെ മാത്രമല്ല 6 മാസം കൂടുമ്പം ആ രാജ്യം വിടേണ്ട ആവശ്യം അവർക്ക് അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനവിടെ 10 വർഷത്തെ വിസ ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ എൻട്രി എന്ന് അതിന് പറയും. അപ്പോൾ ഞാൻ തിരിച്ചു പോവുക എന്ന് പറയുന്ന യുക്തിയില്ല. അമേരിക്കയ്ക്ക് തിരിച്ചു പോകേണ്ട ആവശ്യം എനിക്കില്ല. പക്ഷേ ചിലപ്പോൾ അമേരിക്കയിലായിരിക്കും കൂടുതൽ സമയം ചിലവഴിക്കുന്നത്, അത്രേ അർത്ഥമേ ഉള്ളൂ. അപ്പോൾ വേറെ മറ്റ് രാജ്യങ്ങൾ അവർ പണ്ട് ഇതായിരുന്നു, പല ജില്ലകളിൽ ജീവിക്കുക എന്ന് പറയുന്ന പോലെ ആണെങ്കിൽ അത് രാജ്യങ്ങളിൽ നമ്മുടെ കേരളത്തിൽ താമസിക്കുന്ന പോലെ തന്നെ വടക്കേ ഇന്ത്യയിലും എല്ലാം ഞാൻ ജീവിക്കുന്നുണ്ടായിരുന്നു. അതിന് പകരം പല പല രാജ്യങ്ങളിലായിട്ട് ജീവിക്കുന്നു എന്നുള്ള പക്ഷെ അർത്ഥമേ അപ്പോഴും എന്താ പറയുക, മേൽവിലാസം ഇല്ലെങ്കിലും ആർക്കും എപ്പോഴും അപ്രോച്ച് ചെയ്യാൻ അല്ല, പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് താങ്കൾ. മേൽവിലാസം ആധുനികമായതുകൊണ്ടാണ്. മേൽവിലാസം ഇല്ലായ്മയല്ല എനിക്കുള്ളത്. എനിക്ക് ഫോൺ നമ്പറുണ്ട്. ആ ഫോൺ നമ്പർ എല്ലായിടവും മെയിൽ ഐ ഉപയോഗിക്കാൻ ഡിയും പറ്റും. അല്ലേ? ഇമെയിലുണ്ട്. ഈ 2 അഡ്രസ്സ് എല്ലാ സെക്കൻഡിലും ഞാൻ അതിൻ്റെ അറ്റത്തുണ്ട്. അപ്പം ശരിക്കും മേൽവിലാസം ഇല്ലാത്ത ആളല്ല. പെർമനൻ്റ് അഡ്രസ്സ് എന്ന് ഇവർ പറയുന്ന യഥാർത്ഥ പെർമനൻ്റ് അഡ്രസ്സാണ് എനിക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ജനിച്ച വീട് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ പെർമനൻ്റ് അഡ്രസ്സ് പോകും. ഇതിപ്പോൾ എൻ്റെ പെർമനൻ്റ് അഡ്രസ്സ് മാറത്തേ ഇല്ല. അത് എൻ്റെ മാത്രമല്ല, എല്ലാവർക്കും ആധുനികമായിട്ടുള്ള എല്ലാവർക്കും ആ അഡ്രസ്സ് ഉള്ളവരാണ്. അപ്പോൾ ആ അഡ്രസ്സ് ഉണ്ട്, അത് ഉപയോഗിച്ചാൽ മതി എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ജീവിക്കുന്നത്. പിന്നെ അഡ്രസ്സ് ഉള്ള ആളാണ്, അഡ്രസ്സ് ഇല്ലാത്ത ആളല്ല. പിന്നെ ഞാൻ ആ അഡ്രസ്സ് ഒരു ബ്രാൻഡ് ഞാൻ തന്നെ ആയി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ബ്രാൻഡഡ് അഡ്രസ്സും കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. എന്നെ കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ ആളുകളിങ്ങനെ പറയുമ്പോൾ അയാളെ എനിക്കറിയാം എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ അത് തന്നെയാണ് അഡ്രസ്സ്. അപ്പോൾ കേരളത്തിൽ ഞാൻ താമസിക്കുന്ന കാലത്ത് എൻ്റെ പേരെഴുതി കേരളം എന്ന് എഴുതിയാൽ എനിക്ക് കിട്ടും, കേരളത്തിൽ ഞാൻ താമസിച്ചിരുന്ന സമയത്ത്. അല്ല വേറെ അഡ്രസ്സൊന്നും വേണ്ട, ആൾക്കാർ കണ്ടുപിടിക്കും അത്.
അങ്ങനെ നമുക്ക് മാറാൻ പറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആർക്കും ആകാം. അത് ഒരു പോസിബിലിറ്റി ആയിട്ട് മാറിയിരിക്കുന്നതാണ്. മറ്റേത് പണ്ടിങ്ങനെ അറിയപ്പെടുക എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുടെ കുത്തക മാത്രമായിട്ടിരുന്നതാണ്. ഇന്നങ്ങനൊന്നും അല്ല. ആൾക്കാർക്ക് അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. ഇൻ്റർനെറ്റൊക്കെ ഉള്ളത് കാരണം കൊണ്ട് ലോകവ്യാപകമായി അറിയപ്പെടാനായിട്ട് ആൾക്കാർക്ക് കഴിയുന്ന ഒരു ലോകത്താണ് നമ്മളുള്ളത്. അത് ഉപയോഗിക്കാൻ നമുക്ക് അറിയുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഉണ്ട്, അഡ്രസ്സുള്ള ആളാണ്. പക്ഷേ അതൊരു മൊബൈൽ അഡ്രസ്സാണ്. ഞാൻ ഈ അഡ്രസ്സിൻ്റെ അറ്റത്ത് ഇരിക്കണ്ട. ഞാൻ ഇരിക്കുന്നിടം അഡ്രസ്സായി മാറും. അപ്പോൾ തുടർന്നും UAE എത്തുന്ന സമയത്ത് ഞങ്ങളെ ഇവിടെ വന്ന് കണ്ട് സംസാരിക്കാൻ സമയം കണ്ടെത്തണേ എന്നുള്ളൊരു അഭ്യർത്ഥനയോടുകൂടി. ഇതിനൊന്നും അഭ്യർത്ഥിക്കേണ്ട കാര്യമില്ല. അഭ്യർത്ഥന എന്നുള്ളത് തന്നെ ഒരു പബ്ലിക് പ്രോപ്പർട്ടി ആയിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അവകാശമുണ്ട്. തീർച്ചയായും ഞങ്ങൾ ആ അവകാശം എന്തായാലും എടുത്ത് പ്രയോഗിക്കും. തുടർന്നും UAE എത്തുന്ന സമയങ്ങളിൽ ഞങ്ങളെക്കുറിച്ച് ഓർക്കണം. ഞങ്ങളെ ഇവിടെ വന്ന് ഞങ്ങളോട് കുറച്ച് നേരം സംസാരിക്കണം. വളരെയധികം നന്ദി ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. ഡീറ്റെയിൽ മറ്റൊരു അതിഥിയുമായി ഞങ്ങൾ തിരിച്ചെത്തും. താങ്ക് യു.